തൊട്ടടുത്ത് നാളെ ഭക്ഷണം കഴിക്കുന്നത് പക്ഷികളൊന്നും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എൻ്റെ കൈ ഉണ്ടോ ഒരുത്തം വന്ന് മാന്തിയിട്ട് പോയതാ. അയ്യോ, ഈ പറമ്പ് ഇതിനെ വളർത്തുന്ന വല്ലതാണോ? ഹായ്, ഐ ആം ബ്രിൻഡോ. അപ്പോൾ അത് കൂടുതൽ ബിനോയ് ചേട്ടനാണ്. ബിനോയ് ചേട്ടൻ ഓൾറെഡി പരിചയം കണ്ടത്. നമ്മുടെ ട്രിപ്പെല്ലാം പോയി നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഡ്നി ഒന്ന് കറങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് ഫുഡ് ഇൻഫെക്ഷനൊക്കെ പിടിച്ച് അടപെടലം ഒന്ന് താഴെ പോയായിരുന്നല്ലോ. 3 ദിവസം സിഡ്നിയിൽ നമ്മളൊരു ഹോസ്റ്റലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വിവിഡ് സിഡ്നി നടക്കുന്ന സമയത്തായിരുന്നു അവിടെ പോകാൻ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ അതെല്ലാം ചീറ്റിപ്പോയി. നമ്മൾ പലപ്പോഴും എത്ര വലിയ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയപ്പോൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ നാളെയാണ് നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ്. അപ്പോൾ ഇന്നൊന്ന് സിഡ്നി ഒന്ന് കണ്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ രാവിലെ നേരെ സിഡ്നിക്ക് വിടുവാണ്. അപ്പോൾ ബിനോയ് ചേട്ടൻ ഇന്ന് വർക്കുണ്ട്. അപ്പോൾ ഞാൻ ട്രെയിൻ കയറിയാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ട്രെയിനും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാണുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കണ്ടുപോവാം. നമ്മൾ കുറച്ച് ട്രെയിനിൻ്റെ സമയം 8:40 കുറച്ച് ലേറ്റ് എന്നല്ല, നമ്മൾ കാൽക്കുലേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്. അപ്പോൾ നമ്മൾ ഇവിടെ സ്കൂൾ സോൺ ഉണ്ട്. സ്കൂൾ സോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നോർമൽ സ്പീഡിൽ പോകാൻ പറ്റില്ല. ആ ഒരു ടൈമിൽ സ്പീഡ് കുറച്ചേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ എൻ്റെ കോഫിയും കൂടെ കയ്യിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകുന്നത് ഇങ്ങനെ കണ്ടുപോകാം കേട്ടോ. നമ്മുടെ ബിനോയ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പോയിരിക്കുക. അപ്പം നല്ല ബീച്ചിൻ്റെ ഒക്കെ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും എന്നുള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഇരിക്കുക, ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതനുസരിച്ച് ഞാൻ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. വാവ്. അപ്പം അങ്ങനെ നമ്മൾ സിഡ്നിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്ര ഹൗസ്, ബ്രിഡ്ജെല്ലാം ഇവിടുന്നേ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വാച്ചിൽ മാപ്പെല്ലാം കാണിച്ച് നടക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് കേട്ട് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി നേരെ നമ്മൾ ബ്രിഡ്ജ് കാണാം. നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ ബ്രിഡ്ജ്. അപ്പോൾ ബ്രിഡ്ജ് കാണാനായിട്ട് അങ്ങോട്ട് നടക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഒപ്പറ ഹൗസ് കാണാൻ പോകാമെന്ന് വെച്ചു. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് ഇവിടെ വന്നപ്പോഴത്തേക്കും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് പകുതി വരെ നടന്നാണ്. മഴ ആയതുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ എന്നാ ചെയ്യും, കുടയില്ല, നല്ല തണുപ്പുണ്ട്, നനയുമല്ലോ മൊത്തം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു അടി വന്നത്. ഇവിടുന്ന് ഒരു ബോട്ട് എടുത്ത് ഞാൻ ഇതെല്ലാം കൊണ്ട് കാണിച്ചിട്ട് വരുള്ളൂ. ഒപ്പറ ഹൗസും കാണാം, ബ്രിഡ്ജും കാണാം. ഒരു ബോട്ട് എടുത്തിരിക്കുകയാണ്. $25 കേട്ടോ ബോട്ടിൻ്റെ റേറ്റ് വരുന്നത്. 25 ടാക്സിലാണ് കൂട്ടി $28 വന്നു. അപ്പോൾ നമുക്ക് മഴ പെയ്താലും കുഴപ്പമില്ല, നമുക്കിതെല്ലാം ഓടി കിടന്ന് കാണുകയും ചെയ്യാം. ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ കപ്പലിൻ്റെ അടുത്തോടൊക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ടോ. അല്ലെങ്കിൽ നമ്മൾ ദൂരം നടന്നാലാണ്. വാവ്. അപ്പോൾ ഇവിടെ വന്ന് നടന്ന് കാണാനും ഒത്തിരി സമയമുണ്ടെങ്കിലും നമുക്ക് നടന്ന് കാണാൻ രസമായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കുറവാണ്. നമ്മൾ 3 ദിവസം ഇവിടെ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. അതിപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അന്ന് നമുക്കൊരു അസുഖങ്ങൾ, ഫുഡ് ഇൻഫെക്ഷൻ ഒന്നും ആയില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം വന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. നമ്മൾ ഒരാഴ്ചയാണ് പോയത്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് നമ്മുടെ ഒപ്ര ഹൗസ് എങ്ങനെയാണ് നമ്മൾ കാണാതെ പോകണല്ലേ. വാവ്, അടിപൊളിയാണ് കേട്ടോ. നമ്മളെ തൊട്ടടുത്ത് നോക്കി, അടിപൊളി. ഷിപ്പിൻ്റെയൊക്കെ ഒരു വലുപ്പം. നമ്മൾ ശരിക്കും ബോട്ട് എടുത്തത് നന്നായി കേട്ടോ. അല്ലെങ്കിൽ ഷിപ്പിൻ്റെയൊക്കെ ഒന്ന് അടുത്ത് ഇതുപോലെ ഒരു ക്ലോസ് വ്യൂ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ഷിപ്പിൻ്റെ ഒരു വലിപ്പം മനസ്സിലായത് ഇപ്പോഴാണ്. നമ്മൾ പടത്തിൽ നമ്മൾ ദൂരെ നിന്നൊക്കെയല്ലേ കാണുള്ളൂ. അപ്പോൾ ഇത്രയും അടുത്തോടെ പോയപ്പോഴാണ് ഇവൻ്റെ ഒരു വലിപ്പം മനസ്സിലാകുന്നത് കേട്ടോ. വാവ്. ഇപ്പം മഴയില്ല, ബോട്ടേ കയറിയപ്പോൾ മഴയില്ല, നടക്കാൻ ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു ഞാൻ. അപ്പോൾ നമ്മുടെ ഒപ്പറ ഹൗസിൻ്റെ തൊട്ടടുത്തോടെ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഐഡിയ എന്തായിരുന്നു അല്ലേ നേരത്തെ തോന്നാത്തത്? നമ്മുടെ ബൈക്കിലിതേ ബ്രിഡ്ജ്. അടിപൊളി.
നമ്മൾ കാണുമ്പോൾ എല്ലാം തൊട്ടടുത്താണ്. നമ്മൾ നടന്നു തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അത്യാവശ്യം നല്ല ദൂരത്തിൽ നടക്കാനുണ്ട്. വാവ്, നമ്മളെ ബോട്ട് കിടന്ന് നന്നായിട്ട് പിച്ചും റോളും ആകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ സിഡ്നിയിൽ ഓപ്പറ ഹൗസിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റുകളാണ് കേട്ടോ. ഇപ്പോൾ ഓപ്പറ ഹൗസിൻ്റെയും ബ്രിഡ്ജിൻ്റെയും കൂടെ വ്യൂ അടിപൊളി. നല്ല സൂപ്പർ കാറ്റാണ് കേട്ടോ. ബോട്ടിൻ്റെ സ്പീഡും കൂടെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഒരു വാർഷിപ്പ് മ്യൂസിയം ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടുള്ള യാത്രയിൽ ശ്രീനാഥേട്ടൻ പറഞ്ഞിട്ടായിരുന്നു ഇവിടെ ഒരു വാർഷിപ്പ് മ്യൂസിയം ഉണ്ട്, അത് സമയം കിട്ടുമെങ്കിൽ അത് മിസ്സാക്കരുത്. കാറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റാണ് കേട്ടോ. ക്യാമറയൊക്കെ പറന്നു പോകുന്ന രീതിയിലെ കാറ്റ്. ഞാൻ പറയുന്നതൊക്കെ എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടാവോ? എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് ബോട്ടൊക്കെ കയറിയപ്പോൾ മഴയില്ല, അതുകൊണ്ട് നമുക്ക് ടോപ്പിലിരുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ബ്രിഡ്ജിൻ്റെ മേളിക്കടെ ആൾക്കാർ നടന്നു പോകുന്നതാണല്ലോ. ഇവിടെ 3 ദിവസം ഞാൻ നേരത്തെ ബുക്ക് ചെയ്തപ്പോൾ ഇതൊക്കെ പ്ലാൻഡ് ആയിട്ടായിരുന്നു ഇതൊക്കെ ബുക്ക് ചെയ്തത്. പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. സിഡ്നി ഐയിൽ പോകണമെന്നുണ്ടായിരുന്നു. സിഡ്നി ഐ ഇവിടെ നോക്കി കാണാം. അതേ കാണുന്നു സിഡ്നി ഐ. ഇതിൻ്റെ ടോപ്പിൽ കയറണമെന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ പ്ലാനിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കാത്ത കുറേ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ വാട്സൺ ബേയിൽ എത്തിയിട്ടുണ്ട്. ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വന്നത് അവിടെ നിന്നാണ്. അതെ, നമ്മുടെ ഐ ഇവിടെയുണ്ട്. ഓപ്പറ ഹൗസും ബ്രിഡ്ജും നമുക്കിപ്പോൾ ഈ ഐലൻഡ് ബ്രിഡ്ജ് കാണാം. ഓപ്പറ ഹൗസ് നമുക്ക് കാണത്തില്ല. കാണുന്ന അവിടെ കടലാണ് കേട്ടോ. ഇത്രയും ഉള്ളിലോട്ട് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല റഫാണ് വേവ്സും. വേവ് നോക്കി, വാവ്, ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ വേവിൻ്റെ. ഇവിടെ വന്ന വല്ല തിമിംഗലത്തിനൊക്കെ വല്ലതും കാണാൻ പറ്റുമോ? അങ്ങനെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ തിരിച്ച് എത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ നമ്മുടെ ബ്രിഡ്ജിൻ്റെ ഹാർബർ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വാവോ, ഇതിൻ്റെ അടുത്തെത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ടോപ്പിൽ ആൾക്കാർ നിൽക്കുന്നതുണ്ടോ? എന്ത് ഹ്യൂജ് ആയിട്ടുള്ളൊരു പാലമാണെന്ന് നോക്കി. അടിപൊളി. ഇപ്പോൾ ഇവിടെ തീരാൻ പോകുന്നു. നമ്മളിത് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. അമ്മമാർക്കൊന്നും ഒരു പേടിയില്ല എന്ന് തോന്നണം കേട്ടോ. നമ്മൾ ഭക്ഷണം ഫുഡ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവന്മാരത് തട്ടിയെടുത്തുകൊണ്ട് പോകുമെന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. തൊട്ടടുത്ത് നാളെ ഭക്ഷണം കഴിക്കുന്നത് പക്ഷികളൊന്നും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എൻ്റെ കൈ കണ്ടോ, ഒരുത്തം വന്ന് മാന്തിയിട്ട് പോയതാണ്. അങ്ങനെ നമ്മൾ സിഡ്നിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ സിഡ്നി ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിനോദ് ചേട്ടനെ വീണ്ടും പിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വിനോദ് ചേട്ടൻ എന്നെ പിക്ക് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കങ്കാരു, നമ്മൾ ഈ വാലബീസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് സാധനത്തിനെ കണ്ടുള്ളൂ. ഇനി അതിന് വലിയ പ്രോപ്പർ കങ്കാരുവിനെ കാണാൻ പറ്റുമെന്നുള്ളൊരു ശ്രമത്തിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ സമയമുള്ളൂ. 4:57 സൺസെറ്റാണ്. ഇപ്പം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്ടിലോട്ട് വന്നിട്ട് നമ്മൾ കങ്കാരുവിനെ കാണുവാണെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ അതിനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കങ്കാരുവിനെ കാണാൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വീണ്ടും നമ്മൾ ടൗണിൽ നിന്ന് മാറിയ ഒരു ഗ്രാമപ്രദേശത്തേക്കാണല്ലോ. ഇപ്പം നമ്മൾ വന്ന സ്ഥലം അടിപൊളിയാണ്. ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ നിൽപ്പുന്നുണ്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിക്കോട്ടെ.
ഇത് പ്രോപ്പർ കങ്കാരു അല്ലേ? വയല പീസ് അല്ലല്ലോ. പുറത്തുനിന്ന് അന്നേരത്തേക്കും മഴയും കൂടെ പെയ്യാൻ തുടങ്ങി. നമ്മുടെ ഫ്രണ്ടിൽ എല്ലാം തലപൊക്കി നോക്കിയിരിക്കുകയാണ് കേട്ടോ. ആരും ഓടുമോ? അതെ, എല്ലാം ഓടുന്നു കേട്ടോ. എടാ, നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അതെ, എല്ലാം പൊങ്ങി നോക്കണമെങ്കിൽ. എല്ലാവരും അന്തം വിട്ട് കൊന്തം വഴി പോലെ ഇരിക്കണേ. എല്ലാം രണ്ട് കാലം പൊങ്ങി നിൽക്കുവാണ് കേട്ടോ. ഇമാര് നമ്മുടെ അടുത്തേക്ക് വരുമോ? അതെല്ലാം ഓടുന്നു. അപ്പം ഇനി ഓസ്ട്രേലിയ വന്നിട്ട് പ്രോപ്പർ കങ്കാരുവിനെ കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട. ഇതേക്കൂട്ട് പറഞ്ഞാൽ നാട്ടിലോട്ട് കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഡേഴ്സ് നാട്ടിൽ നിന്നുള്ള ഓർഡറുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോകാൻ പറ്റും? ഇവനെ കണ്ടിട്ട് നാട്ടിലോട്ട് വരാൻ ചെറിയ താല്പര്യമുള്ളവരാണല്ലോ അവൻ്റെ നിപ്പ്. അടിപൊളി. അയ്യോ, ഈ പറമ്പ് ഇതിനെ വളർത്തുന്ന വല്ലതാണോ? നിറച്ച് കങ്കാരുകളാണ് കേട്ടോ. ഇത് ഈ പുല്ല് മാത്രമാണോ തിന്നുന്നേ? അത് വേറെ എന്തെങ്കിലും? കങ്കാരുവിനെ കാണണമെന്നുള്ള ആഗ്രഹം അങ്ങനെ തീർന്നു കേട്ടോ. അതെ, എന്നെ വെച്ചാൽ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാല് അത് പിന്നെ രണ്ടെണ്ണം കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ഒരു കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹിറ്റാച്ചി ലോറിയിലേക്ക് കയറ്റി, ഒരു എക്സ്കവേറ്റർ ലോറിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയേക്കുവാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോഴും വിടുന്നില്ല. അപ്പുറത്തുനിന്നൊരു കാറ് വരുന്നുണ്ട്, അതും കൂടെ പോയിട്ട് നമ്മളെ ചേട്ടൻ വിടുകയുള്ളൂ. അപ്പോൾ ഇതാണ് സേഫ്റ്റി ഫസ്റ്റ്. നമ്മുടെ നാട്ടിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇപ്പോൾ ഒരു 10 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയേനെ. ഓണടിയും ബഹളവും. ഇത്രയും സ്ഥലം ഉണ്ടായിട്ടാന്ന് ഓർക്കണം. ഒരു ബ്ലോ ഹോൾ കാണാനായിട്ട് വന്നേക്കുവാണ്. കയാമ ബ്ലോ ഹോൾ. വെള്ളം അടിച്ച് പൊങ്ങുന്ന സൗണ്ട്, വെള്ളം ആ ഒരു ഹോളിക്കടെ കടൽ വെള്ളം അടിച്ചങ്ങ് പൊങ്ങി വരും കേട്ടോ. നല്ല സൗണ്ടും കൂടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ വന്നപ്പോഴത്തേക്കും സന്ധ്യയായി. മഴയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മൾ നടന്ന് നേരെ ഇതിൻ്റെ അറ്റത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല റഫ് സീ ആണ് കേട്ടോ. അതിൻ്റെ സൗണ്ടും നല്ല ഭീകരമാണ് ഇവിടെ. അപ്പോൾ ഈ പാറയുടെ മുകളിൽ തനിച്ച് വന്ന് മീൻ പിടിക്കുന്ന ആളാണ് നമ്മുടെ വിനോദ് ചേട്ടൻ. അല്ല വിനോദ് ചേട്ടാ? അതെല്ലേ. വാവ്, ഇവിടെ എങ്ങനെയാണോ തനിച്ച് വന്ന് മീൻ പിടിക്കാനുള്ള ധൈര്യം കിട്ടുന്നത്.